ചേട്ടാ ഒരു ടിക്കറ്റ് എടുക്കട്ടാ. ചേട്ടാ ഒരു ടിക്കറ്റ് എടുക്കട്ടാ. ടിക്കറ്റ്. ഹലോ മനീഷേ, ഡോക്ടർ സന്തോഷ് കുമാറാണേ. അമ്മയുടെ ഓപ്പറേഷൻ്റെ ഡേറ്റ് എത്രയും പെട്ടെന്ന് ഫിക്സ് ചെയ്യണം. സീരിയസ് ആണ്. 2 ദിവസം കൂടി നീട്ടി കിട്ടുമോ സാറേ? പൈസ സെറ്റാക്കുന്നുണ്ട്. നിങ്ങൾക്ക് എൻ്റെ അവസ്ഥ അറിയാലോ. രാവിലെ ചെക്കപ്പിന് വന്നപ്പോൾ നിങ്ങളവിടെ കണ്ടില്ലല്ലോ. ഞാൻ പണിക്ക് പോയിന് സാറേ. ഞാൻ ആടെ വന്നിട്ടെന്നാ കാര്യം. ഞാൻ ആടെ ഒരാളാക്കിനി. ബൈസ്റ്റാൻഡർ ഇല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റ് ബുദ്ധിമുട്ടാവും കേട്ടാ. സാറേ ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട്. സാറേ ഒരു വമ്പലെടുത്ത് മാറ്റി വെക്കട്ടെ സാറേ. എന്താ മനീഷേ, ടിക്കറ്റ് എല്ലാം കഴിഞ്ഞാ? ഇല്ല, കുറച്ചുണ്ട്. എൻ്റെ അമ്മക്കെല്ലാം എങ്ങനെയുണ്ടാ? അമ്മക്കൊരു ഓപ്പറേഷൻ കൂടിയുണ്ട്. കുറച്ച് പൈസ ഞാൻ കെട്ടി വെച്ചിട്ടുണ്ട്. ഒരു 50,000 കുറവും കൂടിയുണ്ട്. കുറച്ച് പൈസ സഹായിക്കോ? ആരോട് ചെങ്ങായി നീ ചോദിക്കുന്നു? ഈ ചെരുപ്പൊന്ന് മാറ്റണമെന്ന് വിചാരിച്ചിട്ട് 5-6 മാസമായി. പോരാത്തിന് പണിക്കും പോകുന്നില്ല. എന്നോട് ചോദിക്കുക ഉളുപ്പില്ല ചെങ്ങായി എനിക്ക്. ബമ്പറൊന്നും ഉണ്ടാടാ? ബമ്പറില്ല, 1,00,000 ഉണ്ട്. 1,00,000? ആർക്ക്? പുരുഷോട്ടനെ രാവിലെ ടിക്കറ്റ് മാറ്റിയേക്കാൻ പറഞ്ഞ് അതിനാ 1,00,000 റുപ്യ അടിച്ചത്. മൂപ്പര് സ്ഥിരം എടുക്കുന്ന ആളല്ലേ. എടാ നിനക്ക് ആളെ മനസ്സിലായിട്ടേ? നമ്മളെ തട്ടുകട നടത്തുന്ന പുരുഷാട്ടനടാ. ഞാൻ വിളിക്കട്ടെ? നിക്ക്, വിളിക്കാനാ? എവിടെ വിളിക്കാൻ? വിളിക്കണ്ടേ? നിനക്കല്ലേ ഇപ്പൊ പൈസക്ക് ആവശ്യം? ആ, കുറച്ചു മുമ്പല്ലേ നീ എന്നോട് പൈസക്ക് ചോദിച്ചിനി? അതെ. ഉളുപ്പില്ലേ പിന്നെ ഇപ്പം ഇങ്ങനെ പറയാൻ? എൻ്റെ അടുത്തും ടിക്കറ്റ് പോകാൻ എടുക്കുമ്പോൾ പുരുഷാട്ടനല്ലേ എടുക്കുന്നത്. അതെല്ലാം ശരി തന്നെ, പക്ഷെ നീ ഇപ്പൊ വിളിക്കണ്ട. എന്തായാലും കൊടുക്കണ്ടല്ലേ. മുത്തേ, ഇപ്പൊ ടിക്കറ്റ് എടുത്ത് വെച്ച അയാൾ അറിയില്ലല്ല? ഇല്ല. നീയും ഞാനും മാത്രമല്ല അറിയുള്ളൂ. അതെ. പിന്നെന്തിനിപ്പോൾ അയാളെ വിളിക്കാൻ നിൽക്കുന്നു? അത് ശരിയാവില്ലപ്പാ. എൻ്റെ തൊഴിലിനെ ബാധിക്കുന്ന പ്രശ്നമല്ലേ, അതെങ്ങനെ ശരിയാവുന്നത്? എടാ മണ്ടാ, നിനക്കെന്താ പറഞ്ഞാൽ മനസ്സിലാവില്ലേ? ഞാൻ വിളിക്കും. എന്നാ നീ വിളിക്ക്. പുല്ല് റേഞ്ച് ഇട്ടാണ്ടായിപ്പോട്ട്. എന്നെ കൊണ്ട് ഈ പണിയെ ചെയ്യാൻ കഴിയുള്ളൂ, അതുകൊണ്ടാണ് ഞാൻ ജീവിക്കുന്നത്. എന്തുണ്ടാ മനീഷേ, ലോട്ടറിന്റെ റിസൾട്ട് എല്ലാം വന്നാ? വന്നു. അതെയാ? പ്രൈസ് എന്തെങ്കിലും ഉണ്ടാ? ഈ തട്ടുകടല് മാറ്റി വലിയ ഹോട്ടലാക്കാന്ന് വെച്ചിട്ടാണ്. പിന്നെ 1,00,000 റുപ്യ 5 സ്റ്റാർ ഹോട്ടലിൽ ഉണ്ടാക്കാൻ പോകുന്നു. അല്ല പുരുഷാട്ട, പുരുഷാട്ടിന് 1,00,000 റുപ്യ അടിച്ചിട്ടുണ്ട്. ഞാൻ മര്യാദക്കട്ടെ. 1,00,000 റുപ്യ? നീ വെറുതെ എന്തെങ്കിലും പറയില്ലടാ. ഞാൻ കളവ് പറയാ പുരുഷാട്ടാ. മനുഷ്യൻ നീ കാര്യത്തിൽ പറഞ്ഞാ? ഞാൻ അങ്ങോട്ട് വരാം പുരുഷാട്ടാ. മനുഷ്യ ഞാൻ പറയുന്ന കേക്ക്. അങ്ങനെ ആണെങ്കിൽ നീ പറയുന്ന കാര്യങ്ങൾ റെഡി ആണെങ്കിൽ നീ ഇങ്ങോട്ട് വരണ്ട. ഞാൻ ഇന്നലെ നിൻ്റെ അമ്മ ആശുപത്രി കിടക്കുന്നിടത്ത് പോയിനി. വിവരങ്ങളെല്ലാം ഞാൻ അറിഞ്ഞിനി. നീ എന്നോടൊന്നും പറഞ്ഞിട്ടില്ല, എന്നാലും ഞാൻ പോയിനി. നീ അതിൽ നിന്ന് പൈസ എടുത്തിട്ട് അമ്മേൻ്റെ ഓപ്പറേഷന് വേടുന്നത് ചെയ്യും. എങ്ങനെ പുരുഷാട്ടാ തരാതിരിക്കുന്നേ? ആദ്യമായിട്ട് അടിച്ചതല്ലേ. അതൊന്നും സാരമില്ല. കാരുണ്യം ബമ്പറിൽ ഇനിയും വരുന്നില്ലേ? ആവശ്യത്തിനല്ലേ പണം. ഞാൻ പറയുന്ന കേക്ക്. ഒരു മനുഷ്യൻ്റെ ജീവനേക്കാൾ വലുതൊന്നല്ല പണം. ജീവിതത്തിൽ അമ്മയേക്കാൾ വലുതായി വേറൊന്നുമില്ല. ആദ്യം നീ അത് മനസ്സിലാക്കുക. ഞാൻ പറഞ്ഞതുപോലെ നീ ചെയ്. നീ ആടാ യഥാർത്ഥ പമ്പർ. നിന്റെ സത്യസന്ധതയ്ക്ക് ദൈവം തന്നത് കണ്ട.